നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 7-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 25-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച. ശരിക്കും ജ്യോതിഷശാസ്ത്രപ്രകാരം 2 ഗുരുക്കന്മാരുണ്ട്. അതായത് ദേവഗുരുവായ ബൃഹസ്പതിയും അസുരഗുരുവായ ശുക്രാചാര്യരും. ശുക്രാചാര്യരുടെ ദിവസമാണ് ശരിക്ക് പറഞ്ഞ വെള്ളിയാഴ്ച. ശരിക്ക് അസുരഗുരുവിൻ്റെ ദിവസമാണ്. അപ്പോൾ നല്ല വ്യാഴത്തിൻ്റെ 3/4 ഭാഗം ബലത്തെ കൊടുക്കുന്നവനാണ് ശുക്രൻ. അപ്പോൾ ശുക്രൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ജാതക പ്രകാരം നമ്മൾ നോക്കുമ്പോഴും ശുക്രൻ ഒരു ജാതകത്തിൽ സ്ട്രോങ് ആയി നിന്നാൽ വളരെ സൗഭാഗ്യത്തെ കൊടുക്കുന്ന ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശുക്ര ദിവസം, അതുപോലെ ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്ന രോഹിണി, ഇതൊക്കെ ഇന്ന് ശുഭ ദിവസമാണ്. എന്ത് കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ്. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മകര മാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലം നമുക്ക് എങ്ങനെ എന്ന് നോക്കുമ്പോൾ വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. സാമ്പത്തിക പുരോഗതിയുടെ ഒരു വർഷമാണ്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. വിവാഹ ജീവിതത്തിൽ വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. അതുപോലെ വീട് വെക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അവസ്ഥകൾ ഉണ്ടാവും. സാമ്പത്തിക പുരോഗതി വരും. ജോലിയിൽ ഉയർച്ചയുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷക്കാലം വളരെ ശുക്രൻ സുഖിക്കാത്തവരായില്ല, സുഖ സൗഖ്യങ്ങളെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഇന്ന് ശരിക്ക് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാലം വെള്ളിയാഴ്ച ദിവസം 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം വരുന്നത് ശരിക്ക് 10:30 മണിക്ക് തുടങ്ങില്ല. 11 മണി 11 മിനിറ്റ് തൊട്ടേ രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 12 മണിക്ക് രാഹുകാലം തീരില്ല. 12:39 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ശുക്രൻ്റെ ദിവസമാണ്, നല്ല ദിവസമാണ്, കാര്യങ്ങൾ അനുകൂലപ്രദമായ ദിവസമാണ്. എങ്കിലും ഓരോ കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധിച്ച് രാഹുകാലം നോക്കിയിട്ട് യാത്ര തിരിക്കണം, നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങണം. അതുപോലെ തന്നെ മറ്റ് 2 സമയങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഒന്ന് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. ഗുളികകാല സമയം 6:17 തൊട്ട് 9:44 വരെയും 8:17 തൊട്ട് 9:44 വരെയും. അതുപോലെ യമകണ്ഠ കാല സമയം 3:33 തൊട്ട് 5 മണി വരെയും. ഈ 2 സമയങ്ങളും ഒരു ശുഭകാര്യത്തിൽ നല്ല ദിവസമാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ദിവസമാണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് ഉച്ചയ്ക്ക് തന്നെയാണ്. 12 മണി 15 മിനിറ്റ് തൊട്ട് അഭിജിത്ത് മുഹൂർത്തം തുടങ്ങും. ശരിക്ക് 1 മണി 3 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇന്ന് നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ പ്രധാനമായിട്ട് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചുവന്ന വസ്ത്രം അല്ലെങ്കിൽ റെഡ് മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ ഭാഗ്യദായകമായി തീരും. അപ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ചുവന്ന കുറി പിടിക്കുക, അതുപോലെ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും ഒരു വസ്ത്രം കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ
ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.